ഭാര്യ ഇലക്ഷന് നിൽക്കുന്നു, ഭർത്താവ് പല്ലിടിച്ചുകൊണ്ട് പോസ്റ്ററുകളിലെല്ലാം പിന്നെ പടം നിൽക്കുന്നു. എന്നിട്ട് ആ പടമാണ് ഒട്ടിക്കുന്നത്. എന്നിട്ട് ജനത്തോട് വോട്ട് ചോദിക്കുന്നു. അപ്പോൾ ഇത് വാസ്തവം പറഞ്ഞാൽ ഇത് എന്തൊരു പ്രഹേളി, എന്തൊരു പ്രഹസനമാണ് ഇത് നടക്കുന്നത്. ഒരു ഇലക്ഷൻ നടക്കുമ്പോൾ, ഒരു ഇലക്ഷന് നിൽക്കുമ്പോൾ ആ സ്ഥാനാർത്ഥിക്ക് ജനങ്ങളോട് നേരിട്ട് വന്ന് പിന്നെ വോട്ട് ചോദിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ നേരിട്ട് വന്ന് സംസാരിക്കാൻ പറ്റില്ല, അവരുടെ മുഖം കാണിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അത് വാസ്തവം പറഞ്ഞാൽ നിയമപരമായിട്ട് തന്നെ ചോദ്യം ചെയ്യേണ്ട ഒരു കാര്യമാണ്. അത്രയ്ക്ക് ബുദ്ധിമുട്ടുള്ള ആൾ ഇലക്ഷൻ നിൽക്കാൻ ആര് പറഞ്ഞു? നമ്മളാരെങ്കിലും നിർബന്ധിച്ചോ? അവർ ഇലക്ഷൻ നിൽക്കുന്നെങ്കിൽ, ഒരു സ്ഥാനാർത്ഥിയാകുന്നെങ്കിൽ ഒരു മിനിമം യോഗ്യതകളുണ്ട്. ആളുകളുമായിട്ട് സംസാരിക്കാനും അവരുമായിട്ട് പെരുമാറാനുമുള്ള ഒരു കഴിവില്ലെങ്കിൽ അങ്ങനെയുള്ളവർ വീട്ടിൽ തന്നെ ഇരിക്കുക, ആ പർദ്ദയ്ക്കുള്ളിൽ തന്നെ ഇരിക്കുക. എന്തിനാണ് ഈ പുറരംഗത്ത് വരുന്നത്? ഭർത്താവ് പല്ലടിച്ച് നിൽക്കാനായിട്ട് അങ്ങേർക്ക് നാണമില്ലേ? വാസ്തവം പറഞ്ഞാൽ ആ സ്ഥാനാർത്ഥിയെ നമുക്ക് തോൽപ്പിക്കണം, പിന്നെ ഉറപ്പായിട്ടും തോൽപ്പിക്കണം. അങ്ങനെയുള്ള സ്ഥാനാർത്ഥികളൊക്കെ തോൽപ്പിക്കണം. പൊതുരംഗത്ത് വരാത്ത ആളുകൾ തോക്കില്ല എന്ന് നമുക്കറിയാം. കാരണം മതത്തിൻ്റെയും ജാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിലാണല്ലോ കേരളത്തിലെ ഇലക്ഷനൊക്കെ നടക്കുന്നത്. അപ്പോൾ അത് തോക്കില്ലെങ്കിൽ കൂടി ആ വിവരമുള്ള ആളുകൾ ഇതൊക്കെ അത് ഭയങ്കര മതേതരത്വത്തിൻ്റെ പ്രതീകമാണെന്ന് ഈ ഇടതുപക്ഷത്തുള്ളവരും വലതുപക്ഷത്തുള്ളവരും പറയും. കാരണം ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നത് കേരളത്തിലല്ലാതെ എവിടെയാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയുന്നതെന്ന് അവർ ചോദിച്ചു വന്നിരിക്കും. പക്ഷേ ഈ നമുക്ക് സാമാന്യ ബുദ്ധിയുള്ള നമ്മളെപ്പോലുള്ളവരുണ്ട്. അത് ശരിയല്ല, തെറ്റായ ഒരു കാര്യമാണെന്ന് പറയാനായിട്ട് നമുക്ക് ഒരു മടിയും തോന്നേണ്ട കാര്യമില്ല. ഇനി അതൊന്ന്, ഇനി ഈ കണ്ണൂരിലെ ADM നവീൻ ബാബു പിന്നെ ആത്മഹത്യ ചെയ്ത് ആ കേസ് അന്വേഷിച്ച DYSP പിന്നെ റിട്ടയർ ചെയ്ത ശേഷം അവിടെ ആലക്കോട് ആ ഭാഗത്തു നിന്നെങ്ങാണ്ട് മത്സരിക്കുന്നു. അപ്പോൾ അങ്ങേരെയും നമുക്ക് തോപ്പിച്ചു വിടണം. മറ്റൊന്നും കൊണ്ടുമല്ല, ഈ ഒരു പ്രമാദമായ കേസ്, അത് ഭരണകക്ഷി ഒക്കെ ഇടപെട്ട ഒരു കേസ്, അത് അന്വേഷിച്ച ഒരു വ്യക്തി, ആ അന്വേഷണം തീർന്നിട്ടില്ല, പൂർത്തിയായിട്ടില്ല. അതിൻ്റെ ഇടയ്ക്ക് അവരുടെ തന്നെ സ്ഥാനാർത്ഥിയായിട്ട് രംഗത്ത് വരുന്നു എന്ന് പറയുമ്പോൾ അങ്ങേരുടെ ആ ലോയൽറ്റി എങ്ങോട്ടായിരുന്നു? അങ്ങേരല്ലേ അന്വേഷണം നടത്തിയത് ഏത് രീതിയിലായിരുന്നു എന്ന് നമുക്കൊക്കെ സന്ദേഹം തോന്നുന്നു. അത് അങ്ങനെയുള്ള വ്യക്തികൾ ഈ പൊതുരംഗത്തേക്ക്, ഇലക്ഷൻ രംഗത്തേക്കൊക്കെ വരുന്നു എന്ന് പറയുമ്പം അവരെയും നമുക്ക് നിഷ്കരണം തോൽപ്പിച്ചുവിടുകയാണ് വേണ്ടത്. പിന്നെ ഈ സുപ്രീം കോടതിയിലെ ബാബരി മസ്ജിദ് വിധി കഴിഞ്ഞ ഉടനെ ആ ചീഫ് ജസ്റ്റിസിനെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്തു. ചില മറ്റ് ജഡ്ജിമാരെ പല സ്ഥാനങ്ങളിലേക്കും പിന്നെ നിയോഗിച്ചു. അതിനെതിരെ അന്ന് ശക്തമായ വിമർശനം ഉണ്ടാവുകയുണ്ടായി. വിമർശനം ഉയർന്നിരുന്നതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഈ ഉന്നത സ്ഥാനങ്ങളിലും അതേ പ്രമാദമായ കാര്യങ്ങളിലൊക്കെ ഇടപെട്ടവർ പിന്നീട് കുറേ കാലത്തേക്കെങ്കിലും ഇങ്ങനെ രാഷ്ട്രീയത്തിലും അല്ലെങ്കിൽ ഒരു പ്രതിഫലം മേടിച്ചു എന്നുള്ളൊരു സ്ഥിതി പിന്നെ സൃഷ്ടിക്കാതിരിക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമായൊരു കാര്യമാണ്. അവർ ചെയ്ത ജോലി നിഷ്പക്ഷമായിരുന്നു എന്ന് നമുക്ക് പിന്നെയും ബോധ്യപ്പെടേണ്ടതാണല്ലോ. ഇനി വേറൊരു കൂട്ടരെ തോൽപ്പിക്കേണ്ടതുണ്ട്. അതായത് നമ്മൾ MLAയും മന്ത്രിയുമൊക്കെ ആയിട്ട് പലവട്ടം ഈ സ്ഥാനമാനങ്ങളൊക്കെ അലങ്കരിച്ച് അത്യാവശ്യത്തിന് ചില്ലറയൊക്കെ ഉണ്ടാക്കിയ ആളുകൾ, അവരെ നിഷ്കരണം തോൽപ്പിച്ചു വിടണം. ഇനി അങ്ങനെ അല്ലാതെ ചുരുക്കം ചിലരെ ഞാൻ കാണുന്നുണ്ട്. ഇപ്പം തിരുവനന്തപുരത്ത് ശബരിനാഥ് അങ്ങനെ ജയിച്ചാൽ ചിലപ്പം പിന്നെ മേയറോ അങ്ങനെ വല്ലതൊക്കെ ആകുന്ന അങ്ങനെയുള്ള ആളുകളുണ്ട്. അങ്ങേരും ചെറുപ്പമാണ് താരതമ്യേന. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്കൊരു ഒഴിവ് കൊടുക്കുക. അല്ലാത്ത ഈ മൂത്ത് നരച്ച ആളുകൾ, പിന്നെ 60, 70, 75 വയസ്സൊക്കെ ഉള്ള ആളുകൾ, അവർ പലവട്ടം MLA ആയി, പിന്നെ പലവട്ടം മന്ത്രിയായി, അല്ലെങ്കിൽ പിന്നെ മന്ത്രിയായി, ഇങ്ങനെ സ്ഥാനമാനങ്ങൾ മാറി പിന്നെ ആ സുഖങ്ങളെല്ലാം അനുഭവിച്ച ആളുകളാണ്. അപ്പോൾ അവരെ നിഷ്കരണം നമ്മൾ തോൽപ്പിച്ചു കൊടുക്കണം ഈ ഇലക്ഷനിൽ. ഇനി ആരെയൊക്കെയാണ് തോൽപ്പിക്കേണ്ടതെന്ന് ഒന്ന് ലിസ്റ്റ് പരിധി നോക്കേണ്ടതുണ്ട്.